ഗുഡ് മോർണിംഗ്. വീക്ക്ലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. രൂപയുടെ ഇടിവും വിദേശ നിക്ഷേപകരുടെ നിരന്തര വിൽപ്പനയുമെല്ലാം പോയ വാരം ആദ്യം ദലാൽ സ്ട്രീറ്റിൽ സമ്മർദ്ദം സൃഷ്ടിച്ചു. എങ്കിലും US ഫെഡ് പലിശ നിരക്ക് കുറച്ചതും ആഗോള വിപണികളിലെ പോസിറ്റീവ് സൂചനകളും വിപണിക്ക് പുതുജീവൻ നൽകിയതോടെ വെള്ളിയാഴ്ച നിഫ്റ്റി 50 വീണ്ടും 26,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ശക്തമായ ബൈയിങ് ഇൻട്രസ്റ്റ് മെറ്റൽ ഫിനാൻഷ്യൽ ഓഹരികൾ മുന്നേറ്റം നടത്താനും കാരണമാക്കി. സമ്മിശ്ര പ്രതികരണങ്ങൾ നടന്ന വാരത്തിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകൾ 0.5% കൂടുതൽ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. സെക്ടറൽ ഇൻഡെക്സുകളിൽ മെറ്റൽ മേഖല 2% നേട്ടം തന്നപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും എനർജിയും ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാക്കിയുള്ള മുഴുവൻ സൂചികളിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായി. ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് മീഡിയയിലാണ്, 1.72%. തൊട്ടു പിന്നാലെ 1.6% ഇടിവ് PSU ബാങ്ക് ഇൻഡെക്സും റിപ്പോർട്ട് ചെയ്തു. FMCG IT ഇൻഡെക്സുകളും 1% കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടു. 2025 അവസാന FOMC യോഗത്തിൽ വിപണിയുടെ പ്രതീക്ഷ പോലെ തന്നെ 25 ബേസിസ് പോയിന്റ് പലിശ നിരക്കാണ് കുറച്ചത്. 2025 സെപ്റ്റംബർ മുതൽ തുടർച്ചയായി മൂന്നാമത്തെ നിരക്ക് കുറയ്ക്കലാണിത്. 2024 ഡിസംബർ മുതൽ കേന്ദ്ര ബാങ്ക് അതിൻ്റെ പ്രധാന പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തിയതിനു ശേഷം ഈ വർഷം സെപ്റ്റംബറിൽ ആദ്യമായി നിരക്ക് കുറച്ച് തുടങ്ങിയത്. മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എക്കണോമിക് ഡാറ്റകൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കുമെന്ന് ഫെഡ് അറിയിച്ചിട്ടുണ്ട്. ഒറാക്കിളിൻ്റെ AI ക്ലൗഡ് വരുമാനത്തിൽ പ്രതീക്ഷ വളർച്ച കൈവരിക്കാത്തത് AI ബബിൾ ആശങ്ക വർദ്ധിപ്പിച്ചതും ഒറാക്കിൾ ഓഹരികളിൽ പാനിക് സെല്ലിംഗിലേക്ക് നയിച്ചു. ഓപ്പൺ AI ഡാറ്റാ സെൻ്ററുകൾ വികസിപ്പിക്കുന്നതിനുള്ള ടൈം ലൈൻ 2027 നിന്നും 2028 ഒറാക്കിൾ മാറ്റുന്നുവെന്ന് ബ്ലൂംബെർഗ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഇതോടെ വീക്കിലി ബേസിസിൽ ഒറാക്കിൾ ഓഹരികളുടെ നഷ്ടം 12% മുകളിലേക്കാണ് ഉയർന്നത്. ഇതേ തുടർന്ന് നാസ്ഡാക്ക് സൂചികയും തിരിച്ചടി നേരിട്ടു. വീക്കിലി ബേസിസിൽ നഷ്ടം 1.93%. മറ്റ് സൂചികകളിലേക്ക് വരുമ്പോൾ ഡൗ ജോൺസ് 1.05% നേട്ടം നൽകിയപ്പോൾ S&P 500 സൂചിക 0.63% നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. നിർണായകമായ ലേബർ മാർക്കറ്റ് ഡാറ്റകളാണ് അടുത്ത ആഴ്ച വിപണിയിൽ കാത്തിരിക്കുന്നത്. ഡിസംബർ 16 നോൺ ഫാം പേറോൾ, പ്രൈവറ്റ് നോൺ ഫാം പേറോൾ എന്നീ ഡാറ്റകൾ പബ്ലിഷ് ചെയ്യും. കാർഷിക ഇതര മേഖലകളിലെ ലേബർ മാർക്കറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഈ ഡാറ്റകൾ നിക്ഷേപകരെ സഹായിക്കുന്നതായിരിക്കും. ഒപ്പം അന്ന് തന്നെ എത്തുന്ന തൊഴിലില്ലായ്മ നിരക്കുകളും നിക്ഷേപകരുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കും. 4.4% തൊഴിലില്ലായ്മ നിരക്ക് തുടരുന്നതെന്നാണ് അനുമാനം. നവംബറിലെ ഡാറ്റകളാണ് ഇതെല്ലാം. ഷട്ട്ഡൗൺ കാരണം പ്രസിദ്ധീകരിക്കാതിരുന്ന ഒക്ടോബറിലെ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകളും അന്ന് തന്നെ എത്തും. S&P ഗ്ലോബൽ പ്രസിദ്ധീകരിക്കുന്ന നിർമ്മാണ കോമ്പോസിറ്റ് സർവീസസ് PMI കണക്കുകളും ഡിസംബർ 16 പ്രസിദ്ധീകരിക്കുന്നത്. ഡിസംബർ 18 നവംബറിലെ കോർ CPI കണക്കുകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. നവംബറിലെ പണപ്പെരുപ്പ കണക്കുകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. പതിവ് പോലെ ഇൻഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡാറ്റയും അന്നെത്തും. കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ അപ്രതീക്ഷിത വർധനവ് ഈ ആഴ്ചയും തുടരുകയാണെങ്കിൽ നിക്ഷേപകർക്കിടയിൽ ചില ആശങ്കകൾ സൃഷ്ടിച്ചേക്കും. ഡിസംബർ 19 ഒക്ടോബറിലെ കോർ PCE പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യും. കൂടാതെ നവംബറിലെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റകളും അന്ന് തന്നെയാണ് എത്തുന്നത്. യൂറോപ്പിലേക്ക് വരുമ്പോൾ ബ്രിട്ടൻ്റെ GDPയിലുണ്ടായ അപ്രതീക്ഷിത ഇടിവും ഫ്രാൻസിൻ്റെ പണപ്പെരുപ്പം 0% താഴേക്ക് റിപ്പോർട്ട് ചെയ്തതും വിവിധ യൂറോപ്യൻ വിപണികളിൽ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രതിവാര അടിസ്ഥാനത്തിൽ FTSE 100 ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ CAC 40 0.57% നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ഡാക്സ് താരതമ്യേന ഭേദപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ചു. നേട്ടം 0.66%. അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് എന്നീ ബാങ്കുകളുടെ നിർണായകമായ ധനനയ യോഗ തീരുമാനങ്ങളാണ് യൂറോപ്യൻ വിപണികളെ കാത്തിരിക്കുന്നത്. അതിനു മുന്നോടിയായി നിരവധി ഡാറ്റകളും പ്രസിദ്ധീകരിക്കുന്നു. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ സർവീസസ് PMI കണക്കുകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ കോമ്പോസിറ്റ് PMI കണക്കുകളും ഡിസംബർ 16 പ്രസിദ്ധീകരിക്കുന്നത്. ഡിസംബറിലെ ഡാറ്റകളാണ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഇതോടെ പ്രധാന യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥകളുടെ സാമ്പത്തിക സ്ഥിതി വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. ഒപ്പം ബ്രിട്ടൻ്റെ തൊഴിലില്ലായ്മ നിരക്കുകളും അറിയാൻ കഴിയുന്നതായിരിക്കും. നിരക്കിൽ വർധനവ് ഉണ്ടാകുകയാണെങ്കിൽ ബ്രിട്ടൻ്റെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ആശങ്കകൾ ശക്തിപ്പെട്ടേക്കാം. ബ്രിട്ടൻ്റെ CPI കണക്കുകളും യൂറോസോണിൻ്റെ കോർ CPI കണക്കുകളും 16 അറിയാൻ കഴിയും. ഡിസംബർ 18 ECB, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നിവയുടെ ധനനയ യോഗ തീരുമാനങ്ങളാണ് വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കുക.
ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പലിശ നിരക്ക് 4% നിന്നും 3.75% കുറയ്ക്കുമെന്നും ECB തൽസ്ഥിതി തുടരുമെന്നാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. തുടർന്ന് 19-ന് ബ്രിട്ടൻ്റെ റീറ്റെയിൽ കോർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റകൾ കണക്കുകൾ കൂടി എത്തുന്നതോടെ ബ്രിട്ടൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ ഏകദേശ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയുന്നതാണ്. സമ്മിശ്രമായ ഡാറ്റകളാണ് ഏഷ്യൻ വിപണികളിൽ പോയ വാരം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ ഡിസംബർ 14-ന് വന്ന ചൈനയുടെ വ്യാവസായിക ഉൽപ്പാദന ഡാറ്റ, തൊഴിലില്ലായ്മ നിരക്ക് എന്നീ ഡാറ്റകളോടുമായിരിക്കും ആഴ്ചയുടെ ആദ്യം ഏഷ്യൻ വിപണികൾ പ്രതികരിക്കുക. തുടർന്ന് 15-ന് ജപ്പാന്റെ സർവീസസ് PMI കണക്കുകളും എത്തും. ഡിസംബർ 18-ന് ബാങ്ക് ഓഫ് ജപ്പാന്റെ ധനനയ യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയുന്നതായിരിക്കും. മോണിറ്ററി പോളിസി കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയേക്കുമെന്നും അനുമാനമുണ്ട്. ഒപ്പം അന്ന് തന്നെ വരുന്ന CPI കോർ CPI കണക്കുകളും വിപണി ശ്രദ്ധ ആകർഷിക്കുന്നതായിരിക്കും. 19-ന് നടക്കുന്ന ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസിഡന്റ് കോൺഫറൻസിൽ സെൻട്രൽ ബാങ്കിന്റെ ജപ്പാനീസ് എക്കോണമിയുടെ വിലയിരുത്തലും വിപണി ശ്രദ്ധ ആകർഷിച്ചേക്കാം. ചുരുക്കത്തിൽ ലോകത്തിലെ വിവിധ കൺട്രോൾ ബാങ്കുകളുടെ MPC യോഗ തീരുമാനങ്ങളായിരിക്കും ലോക വിപണിയുടെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇടിവാണ് പോയ വാരം കാണാൻ കഴിഞ്ഞത്. ബ്രെന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 4.1% ഇടിഞ്ഞ് ബാരലിന് 60.9 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WT ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 4.3% ഇടിവിൽ ബാരലിന് 57.1 എന്ന നിലയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഓവർ സപ്ലൈയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എണ്ണവില ഇടിയാനുള്ള പ്രധാന കാരണം. കൂടാതെ US നേതൃത്വത്തിൽ നടക്കുന്ന റഷ്യ-യുക്രൈൻ സമാധാന ചർച്ച മുന്നേറ്റവും രേഖപ്പെടുത്തുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ വീണ്ടും ആരംഭിക്കുന്നതായിരിക്കും. ഇത് സപ്ലൈ ഒന്നുകൂടി വർദ്ധിക്കാൻ കാരണമായേക്കാം. കൂടാതെ ഒപെക് പ്ലസ് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും എണ്ണവില ഇടിയാനുള്ള പ്രധാന കാരണങ്ങളാണ്. എന്നാൽ US വെനസ്വേലയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തത് എണ്ണവില ചെറിയ നിലയിൽ വർദ്ധിപ്പിച്ചതുമായാണ് കാണാൻ കഴിഞ്ഞത്. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ബ്രെന്റ് ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് 60.07 എന്ന ലെവലിലും തുടർന്ന് 59.46 എന്ന ലെവലിലുമാണ്. അപ്സൈഡിലേക്ക് വരുമ്പോൾ 62.28 എന്ന ലെവലും റെസിസ്റ്റൻസായി കണക്കാക്കാം. ഇത് മറികടക്കാൻ സാധിച്ചാൽ 63.08 എന്ന ലെവലാണ് അടുത്ത റെസിസ്റ്റൻസായി ആക്ട് ചെയ്യാൻ പോകുന്നത്. WT ക്രൂഡിൻ്റെ ആദ്യ സപ്പോർട്ട് 56.7 എന്ന ലെവലിലും തുടർന്ന് 56.06 എന്ന ലെവലിലുമായാണ് കാണാൻ സാധിക്കുന്നത്. മറുവശത്ത് റെസിസ്റ്റൻസായി 58.12 എന്ന ലെവൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ മറികടക്കാൻ സാധിച്ചാൽ 58.79 എന്ന ലെവലും റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുന്നതാണ്. സ്വർണ്ണവില പ്രതിവാരാടിസ്ഥാനത്തിൽ 2.43% ഉയർന്ന് 4299.28 ട്രോയ് ഔൺസിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US ഫെഡ് പലിശ നിരക്ക് കുറച്ചതും കൂടാതെ പുറത്തു വന്ന തൊഴിൽ ഡാറ്റകൾ നെഗറ്റീവ് ആയതുകൊണ്ടും വീണ്ടും റേറ്റ് കട്ട് സാധ്യതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ബോണ്ട് നിക്ഷേപങ്ങൾ കുറയ്ക്കുകയും സ്വർണത്തിലേക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനും കാരണമാകും. ഇത് സ്വർണ്ണവില ഇനിയും ഉയരാൻ കാരണമായേക്കുമെന്നാണ് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കൽ സൈഡിൽ ഗോൾഡിൻ്റെ ആദ്യ സപ്പോർട്ട് 4131 എന്ന ലെവലിലും തുടർന്ന് 4060 എന്ന ലെവലിലുമാണ്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ 4354 എന്ന ലെവലും റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാം. ഈ ഒരു ലെവൽ മറികടന്നാൽ 4405 അടുത്ത റെസിസ്റ്റൻസായി പ്രതീക്ഷിക്കാവുന്നത്. ഇന്ത്യൻ രൂപ പോയ വാരത്തിൽ സർവ്വകാല ഇടിവിനാണ് സാക്ഷ്യം വഹിച്ചത്. രൂപ 90.62 USD INR എന്ന സർവ്വകാല ഇടിവിന് ശേഷം വാരാന്ത്യത്തിൽ 0.72% ഉയർന്ന് 90.54 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടെക്നിക്കൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടുള്ളത് 90.82 എന്ന ലെവലും 91.15 എന്ന ലെവലിലുമാണ്. തുടർന്ന് 91.53 എന്ന ലെവലും സപ്പോർട്ടായി കണക്കാക്കാവുന്നതാണ്. മറുവശത്ത് 89.9 എന്ന ലെവലിലാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നത്. ഈ ഒരു ലെവൽ മറികടന്നാൽ 89.3 എന്ന ലെവലും 88.71 എന്ന ലെവലും റെസിസ്റ്റൻസായി നമുക്ക് കണക്കാക്കാം. പോയ വാരവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അറ്റ വിൽപ്പനയാണ് രേഖപ്പെടുത്തിയത്. FIകൾ 9201.89 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചപ്പോൾ DIകൾ 20,184.7 കോടി രൂപയുടെ നിക്ഷേപവുമാണ് ഇതേ കാലയളവിൽ നടത്തിയത്. പോയ വാരം വിപണിയിൽ നിർണായകമായത് ഡിസംബർ 10-ന് എത്തിയ M3 മണി സപ്ലൈ ആയിരുന്നു. 9.9% M3 മണി സപ്ലൈ ആയി ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ കണക്കായ 10.1% നിന്നും കുറഞ്ഞ കണക്കായാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഡിസംബർ 12-ന് CPI കണക്കുകളും പുറത്തു വന്നു.
പ്രതീക്ഷിച്ചതിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 0.71% നവംബറിലെ CPI കണക്കുകൾ രേഖപ്പെടുത്തിയത്. വരുന്ന വാരം ഡിസംബർ 15-ന് WPI ഇൻഫ്ലേഷൻ, ട്രേഡ് ബാലൻസ് കണക്കുകളും പ്രഖ്യാപിക്കും. തൊട്ടു പിന്നാലെ ഡിസംബർ 16-ന് S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസസ് PMI കണക്കുകൾ കൂടി പുറത്തു വരുന്നതായിരിക്കും. പതിവ് പോലെ തന്നെ ഫോറക്സ് ഡാറ്റ ഡിസംബർ 19-നാണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഡിസംബർ 5-ന് അവസാനിച്ച ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.03 ബില്യൺ ഉയർന്ന് $687.26 ബില്യൺ IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച ഡിസംബർ 15-ന് കൊറോണ റെമഡീസ് വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 2004-ൽ സ്ഥാപിതമായ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കൊറോണ റെമഡീസ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരുന്നത് $1008 മുതൽ $1062 വരെയാണ്. ഡിസംബർ 8-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ഡിസംബർ 11-നാണ്. ഇഷ്യൂയിലൂടെ $655.37 കോടി കമ്പനി സമാഹരിച്ചത്. 2016-ൽ സ്ഥാപിതമായ ഡയറക്റ്റ് ടു കൺസ്യൂമർ ഹോം ആൻഡ് സ്ലീപ്പ് സൊല്യൂഷൻസ് മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന കമ്പനിയാണ് വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ്. ഡിസംബർ 8-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ഡിസംബർ 11-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരുന്നത് $185 മുതൽ $195 വരെയാണ്. ഇഷ്യൂയിലൂടെ $1288.89 കോടി കമ്പനി സമാഹരിച്ചത്. വരുന്ന വാരം ഡിസംബർ 17-ന് വിപണിയിൽ അരങ്ങേറ്റാൻ കുറിക്കാൻ പാർക്ക് മെഡിവേൾഡ് നെഫ്രോ കെയർ ഹെൽത്ത് ഓഹരികൾ എത്തും. 2011-ൽ സ്ഥാപിതമായ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയിനായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പാർക്ക് മെഡിവേൾഡ്. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരിക്കുന്നത് $154 മുതൽ $162 വരെയാണ്. ഡിസംബർ 10-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിച്ചത് ഡിസംബർ 12-നാണ്. ഇഷ്യൂയിലൂടെ $920 കോടി കമ്പനി സമാഹരിച്ചത്. ഡിസംബർ 12-ന് സബ്സ്ക്രിപ്ഷൻ അവസാനിച്ച നെഫ്രോ കെയർ ഹെൽത്ത് എൻഡ് ടു എൻഡ് ഡയാലിസിസ് ക്ലിനിക് നെറ്റ്വർക്ക് സർവീസസ് ആണ് ചെയ്തു വരുന്നത്. പ്രൈസ് ബാൻഡായി നിശ്ചയിച്ചിരുന്നത് $438 മുതൽ $460 വരെയാണ്. ഇഷ്യൂയിലൂടെ $871 കോടി കമ്പനി സമാഹരിച്ചത്. അടുത്ത ആഴ്ച ഡിസംബർ 19-ന് ICICI പ്രൊഡൻഷ്യൽ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഓഹരികൾ ലിസ്റ്റ് ചെയ്യും. 1993-ൽ സ്ഥാപിതമായ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ICICI പ്രൊഡൻഷ്യൽ AMC. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് $2061 മുതൽ $2165 വരെയാണ്. ഇഷ്യൂയിലൂടെ $10,602.65 കോടി കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 12-ന് ഓപ്പണായ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 16-നായിരിക്കും. വെള്ളിയാഴ്ച ഇൻഷ്യലി നിഫ്റ്റിയിൽ നേരിയ നെഗറ്റിവിറ്റി ഉണ്ടായെങ്കിലും 148.4 പോയിന്റ് ഉയർന്ന് 0.57% നേട്ടത്തോടെയാണ് ഡെയിലി ബേസിസിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. വീക്ക്ലി ചാർട്ടിൽ ലോങ് ലോവർ വിക്ക് ഉള്ള ഒരു ബെയറിഷ് ക്യാൻഡിലും ഫോം ചെയ്തിരുന്നു. ഏകദേശം 0.53% ഇടിവാണ് വീക്ക്ലി ബേസിസിൽ റെക്കോർഡ് ചെയ്തത്. ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തതും ഇന്ത്യ വിക്സ് 2 മന്ത് ലോയിൽ റിപ്പോർട്ട് ചെയ്തതും ബുള്ളിഷ് സിഗ്നൽ ആണെന്നാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. നിഫ്റ്റിയുടെ അണ്ടർലൈൻ ട്രെൻഡ് പോസിറ്റീവ് ആണെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ നാഗരാജ് ഷെട്ടി ഇപ്പോൾ പറയുന്നത്. സൂചികയുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് അഥവാ ടാർഗറ്റായി 26,300, 26,400 എന്ന റേഞ്ചും 25,900 എന്ന ലെവലും സപ്പോർട്ടായി കൺസിഡർ ചെയ്യാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ കമ്പാരിറ്റീവ്ലി അണ്ടർ പെർഫോമൻസ് ആണ് കാണാൻ സാധിച്ചത്. ഡെയിലി ബേസിസിൽ ഫ്ലാറ്റായ 0.3% നേട്ടവും വീക്ക്ലി ബേസിസിൽ 0.65% ഇടിവ് രേഖപ്പെടുത്തിയാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനുകളായി ഇൻഡെക്സ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാർക്കറ്റിൽ ഒരു സ്ട്രോങ് കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ലഭിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. 59,400, 59,500 എന്ന റേഞ്ച് നിഫ്റ്റി ബാങ്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായും ഇത് മറികടക്കാൻ സാധിച്ചാൽ 60,100 ഒരു മൂവ് ഉണ്ടായേക്കുമെന്ന് SBI സെക്യൂരിറ്റീസിലെ സീനിയർ അനലിസ്റ്റായ സുദീപ് ഷാ പറയുന്നത്. മറിച്ച് ഡൗൺ സൈഡിൽ 58,900, 58,800 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആഗോള വിപണികളുടെ ഡയറക്ഷനും വിദേശ നിക്ഷേപകരുടെ നീക്കവും അടുത്ത ആഴ്ച നിഫ്റ്റിയുടെ ട്രെൻഡ് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമ്പോൾ റുപ്പി ഡോളർ മൂവ്മെൻറ്റും പ്രധാനമാണ്. രൂപ ദുർബലമായാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെൻറ്റിമെൻറ്റ് വീണ്ടും നെഗറ്റീവാകാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ 15-ന് എത്തുന്ന ഇൻഫ്ലേഷൻ ഡാറ്റയും മാർക്കറ്റിൻ്റെ തുടർന്നുള്ള ഗതി നിർണ്ണയിക്കുന്നതായിരിക്കും. 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും ടെസ്റ്റ് ചെയ്ത നിഫ്റ്റിക്ക് ഈ ലെവൽ തുടർന്നും നിലനിർത്താൻ സാധിച്ചാൽ മാത്രമേ കൂടുതൽ അപ്സൈഡ് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുള്ള സമീപനം അനിവാര്യമാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനുമൊക്കെയായി തിങ്കളാഴ്ച രാവിലെ 8:30-ന് മാർക്കറ്റ് പ്ലസിൽ കാണാം.
നന്ദി, നമസ്കാരം.